ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ ഈ പ്രദേശവാസി കൂടിയായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള മലയാളി കൂടിയായിട്ടുള്ളൊരു ചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം, ഞാൻ ദിനേഷ് നായർ, വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ സെക്രട്ടറി ജനറലാണ്. മോർ ദൻ 30 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇന്നലെ ഇതിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് ഈ വിമാനാപകടം കഴിഞ്ഞ മിനിറ്റുകൾക്കകം ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി പാസ് ചെയ്യുമ്പോഴാണ് എല്ലാ ആംബുലൻസുകളും ഫയർഫോഴ്സ് എൻജിൻസും ഇത് ഒരേ ഡയറക്ഷനിൽ പോകുന്ന കണ്ടപ്പോഴാണ് അതിശയം തോന്നിയത്. അപ്പോൾ വണ്ടി നിർത്തി എന്താണ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ വിമാനം അപകടത്തിൽപ്പെട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ റീഡയറക്റ്റ് ചെയ്ത് ഇവിടെ എത്തുകയും പിന്നെ അപ്പോൾ കണ്ടത് വളരെ 2 ബിൽഡിങ്ങിൻ്റെ ഇടയിൽ ഈ സ്റ്റുഡൻസ് മെസ്സ് BJ മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റുഡൻസ് മെസ്സിൻ്റെ മുകളിൽ ഈ വീണ് കിടക്കുന്നതും പിന്നെ ഏകദേശം ഒരു 35-40ഓളം പേഷ്യൻറ്റിനെ സ്ട്രെച്ചിലെടുത്ത് വേഗം മൂവ് ചെയ്യണം. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ആ പേഷ്യൻ്റ് വളരെ സീരിയസ് കണ്ടീഷനിലാണ്. പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു. നമ്മളിവിടെ എമർജൻസി ബ്ലഡിന് വേണ്ടിയിട്ട് ഡൊണേഷനൊക്കെ ചെയ്യാൻ ഞങ്ങൾ വേൾഡ് മലയാളി കൗൺസിൽ, ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു? റെസ്ക്യൂ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ഓഫ് ഗുജറാത്ത് അതിൽ ഇടപെട്ടിട്ട് എല്ലാ എമർജൻസി സെല്ലിനെയും ഇങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്ത് ഈവൻ ട്രാഫിക് വരെ ഫുൾ കൺട്രോളിലെടുത്ത് ഇങ്ങോട്ട് എല്ലാ ആംബുലൻസുകളെയും 108 ഇവിടുത്തെ എമർജൻസി നമ്പറാണ്, ഫയർഫോഴ്സിനെ എല്ലാം റീഡയറക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ. പിന്നെ അത് മാത്രമല്ല, ഈ ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലുത് മാത്രമല്ല, ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ക്യാമ്പസാണ് സിവിൽ ഹോസ്പിറ്റൽ. ഏഷ്യയിലെ ലാർജസ്റ്റ് ക്യാമ്പസാണ്, ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൽ രക്ഷപ്പെടുത്താൻ അധികം പേരില്ലായിരുന്നു. ഏകദേശം 24 പേര് ഈ സ്റ്റുഡൻസിൽ തന്നെ, ഈ ഡോക്ടേഴ്സ് മെഡിക്കൽ സ്റ്റുഡൻസിൽ തന്നെ മരിച്ചതായിട്ടാണ് അൺഒഫീഷ്യലായിട്ട് മനസ്സിലാവുന്ന സംഖ്യ. അറൗണ്ട് 280 ഡെഡ് ബോഡികൾ. ഞാനിപ്പോൾ ഡെഡ് ബോഡി വിട്ടുകൊടുക്കുന്ന സ്ഥലത്തായിരുന്നു ഇതുവരെയും. അവിടുന്ന് ഇങ്ങോട്ട് വന്നു, അവിടെ ഡെഡ് ബോഡി റിലീസ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. കുടുംബക്കാർ വന്നാൽ അവരുടെ ബ്ലഡ് റിലേറ്റീവ് ആണ് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവരുടെ ബ്ലഡ് സാമ്പിൾസ് എല്ലാം എടുത്ത് അതിന് പല റിസൾട്ടുകളും പെട്ടെന്ന് കിട്ടിയില്ല എന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു. നമുക്കതിൽ ഇതില്ല, കാരണം മോർ ദാൻ 200 പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ അത്ര എളുപ്പമല്ല. ചില ടെസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടൈം എടുക്കും. അപ്പോൾ അതവർ ആൾറെഡി ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു. പിന്നെ മലയാളി മരിച്ചതിൻ്റെ ഡീറ്റെയിൽ ഞാനൊരു സമാജ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കേരളത്തിൽ നിന്നുള്ള രീതിയിൽ ചോദിച്ചു രഞ്ജിത ഗോപകുമാറിൻ്റെ. അവർ പറഞ്ഞത് അവരുടെ റിലേറ്റീവ് ആരും ഇതുവരെ എത്തിയിട്ടില്ല. ബ്ലഡ് റിലേറ്റീവ് വന്ന് ക്ലെയിം ചെയ്താലാണ് അതിൻ്റെ മുന്നോട്ട് പോവുള്ളൂ. അവിടുന്ന് അവർ നാട്ടിൽ നിന്ന് തിരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവരുമായിട്ട് വല്ലതും ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, അവരുടെ കോണ്ടാക്ട് നമ്പർ കിട്ടാൻ ബാക്കിയാണ്. പക്ഷേ അവിടെയുള്ള സമാജം ഈവൻ ലണ്ടനിൽ നിന്നുള്ള, അവർ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്, അവിടെ നിന്നുള്ള കോണ്ടാക്ട് വരെ ഇന്നലെ മുതൽ ഞങ്ങളുടെ കൂടെ കോർഡിനേഷനിലുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി കൂടി ഇവിടെ എത്തി ഹോസ്പിറ്റലിൽ സന്ദർശിച്ചിട്ടുണ്ട്, ഈ സംഭവ സ്ഥലവും സന്ദർശിച്ചു. യെസ്, പ്രധാനമന്ത്രി ഇന്നിവിടെ വന്നു, സംഭവ സ്ഥലം സന്ദർശിച്ചു. ഒരുപാട് VVIPs ഇന്നിവിടെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ക്രൗഡ് കാണുന്നുണ്ടെങ്കിൽ കൂടുതലും മീഡിയ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും മാത്രമാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർക്കെല്ലാം ഈവൻ ട്രാഫിക്കും ഒന്നും അലൗഡ് അല്ല എന്നുകൂടെ സൂചിപ്പിക്കട്ടെ. നമ്മളിപ്പോൾ അടുത്ത് നിൽക്കുന്നത് ഈ ഏരിയ ഫ്ലൈറ്റ് വീണതിൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്താണ്. മറ്റൊരു ഏരിയ ഡെഡ് ബോഡികളെല്ലാം വിട്ടുകൊടുക്കുന്ന, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകൊടുക്കുന്ന ഏരിയയാണ്. ആ പരിപാടിയും അവിടെ നടക്കുകയാണ്. അവിടെ ക്ലിയർലി കൗണ്ടർ ഉണ്ട്, എല്ലാ ഡീറ്റെയിലും ഉണ്ട്. നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുത്താൽ അവരെല്ലാവിധ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ചേട്ടൻ്റെ പേര്? ദിനേഷ് നായർ. ഓക്കെ, ദിനേഷ് നായരാണ് ഈ വിശദാംശങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു അപകടം ഇന്നലെ നടന്നയുടൻ അല്ലെങ്കിൽ നടന്നതിന് ശേഷം ഇവിടെ എത്തിയിട്ടുള്ള വ്യക്തിയാണ്. രക്ഷാ ദൗത്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഇവിടെ വരുമ്പോൾ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് നമുക്ക് ജനം TV സംഘത്തിന് ഇവിടെ എത്താൻ സാധിച്ചത്. ഞാനും ഒപ്പം നമ്മുടെ ക്യാമറ പേഴ്സൺ ഉണ്ണി കെ വാര്യരുമാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചയും അതുതന്നെയായിരുന്നു. അത് വിവിധ സേനാംഗങ്ങൾ ഈ കെട്ടിടങ്ങളുടെയും ഒപ്പം വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കുമിടയിൽ ശരീരം അല്ലെങ്കിൽ ജീവൻ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള ദ്രുതഗതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ അത് എത്രത്തോളം അസാധ്യമായിരുന്നു അല്ലെങ്കിൽ അതിനൊരു അവസരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. കാരണം ആ വിമാനത്തിൽ 1.5 ലക്ഷത്തിലധികം ലിറ്റർ വിമാന ഇന്ധനം ഉണ്ടായിരുന്നു. അത് സ്പാർക്ക് ചെയ്തുകൊണ്ട് ആ വിമാനം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ വിമാനം ഈ കെട്ടിടത്തിലേക്ക് വന്ന് പതിച്ചത് തന്നെ ഒരു തീഗോളമായിട്ടാണ്. അത് ആ വിമാനത്തിനുള്ളിലുള്ളവരെ പൂർണ്ണമായും അഗ്നിക്കിരയാക്കി. കൂടാതെ ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന
ഉണ്ടായിരുന്ന പലർക്കും അത് കാരണം ജീവൻ നഷ്ടപ്പെട്ടു. അത്തരത്തിലൊരു വലിയ ആഘാതം വളരെ ചെറിയ സമയത്തിനുള്ളിൽ രക്ഷാദൗത്യം ആ വിമാനത്തിനുള്ളവരെ രക്ഷപ്പെടുത്താൻ യാതൊരു തരത്തിലും സമയമോ അവസരമോ നൽകാതെയുള്ള വേദനിപ്പിക്കുന്ന അപകടമാണ് അഹമ്മദാബാദിൽ ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെ അപകടത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നടപടിയും അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന നടപടികളുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വിലയിരുത്തിയിട്ടുള്ളത്. ദേവിക.